ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോസഫ് പീറ്റർ. ബേസിക്കലി ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇമേറ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇമേറ്റ് ടെക്നോളജീസ് 2009 മുതൽ സോളാർ ഫീൽഡിൽ സജീവമാണ്. ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്സ്യലായിട്ടുള്ള സോളാർ പവർ പ്ലാന്റ്സ് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നവർ കൂടി ഉപകരിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മഴ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺക്രീറ്റ് റൂഫും മറ്റും ലീക്ക് വരാതിരിക്കാനും അതുപോലെ ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ട് നല്ലൊരു ശതമാനം ആളുകളും ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഷീറ്റ് മേയുകയോ അല്ലെങ്കിൽ ഓട് മേയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും സോളാർ പവർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന കമ്പനികൾ അവർ ഒരു കസ്റ്റമർക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ മാക്സിമം കോസ്റ്റ് കുറച്ചാലാണ് അവർക്ക് ആ ഒരു വർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷീറ്റിൻ്റെ മുകളിലെല്ലാം പാനൽ ഏറ്റവും മിനിമം സ്ട്രക്ചറിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ഏറ്റവും കോസ്റ്റ് കുറയ്ക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് മൂലം കസ്റ്റമേഴ്സിന് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. അതിലൊന്നാണ് ഈ പാനൽ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമുക്കറിയാം, സോളാർ പവർ പ്ലാന്റുകളെല്ലാം ലോങ് ലൈഫ് ഉള്ളതാണ്. 27 വർഷവും 30 വർഷമൊക്കെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പാനലുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. നമ്മൾ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു 8 മാസമോ കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പാനലിൻ്റെ മുകളിൽ പായലും പൂപ്പലും ഒക്കെ പിടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ച് പാനൽ അഴുക്കാവാൻ തുടങ്ങും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രോപ്പറായിട്ട് സോളാർ പവർ പ്ലാന്റ് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ റിസ്ക് ആയിരിക്കും ആ പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പല സൈറ്റുകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുക. ഇനി അവരെത്ര എക്സ്പെർട്ടായാലും നമ്മളുടെ സമയം ശരിയല്ലെങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഒരു അല്പം സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നല്ലൊരു പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡിസൈനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സാധ്യമാകും. നിങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഒരു 25 kW ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ഷീറ്റിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ആക്ച്വലി 3 നിലയുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിൽ ഒരു നിശ്ചിത ഹൈറ്റിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ പാനൽ വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് ഒരു പ്രോപ്പർ ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലാഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്രോപ്പർ ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാനലുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെക്കാതെ ഒരു റോ പാനൽ വെച്ചതിന് ശേഷം അടുത്ത റോ പാനൽ വെക്കുക എന്നുള്ളതാണ്. ആ 2 റോയകളും തമ്മിൽ നിശ്ചിത അകലം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊരു കണക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഓരോ ഈ 2 റോയുടെയും ഇടയിലൂടെയുള്ള ഗ്യാപ്പിൽ ഷീറ്റിൽ ചവിട്ടി മടങ്ങാത്ത രീതിയിൽ നമ്മൾ വാക്ക് വേ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വളരെ ഈസി ആയിട്ട് ഇതിനിടയിലൂടെ നടക്കാനും പാനൽ ക്ലീൻ ചെയ്യാനും എല്ലാം സാധിക്കും. എവിടെയെങ്കിലും ഡെഡ് എൻഡ്സ് ആയിട്ട് വരുന്നിടത്തെല്ലാം നമ്മളൊരു മിനിമം 70 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ ഷീറ്റിനോട് പതിപ്പിച്ച് വെക്കാത്തതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു എയറേഷനും കാര്യങ്ങളും കിട്ടും. ഈ പാനൽ ഓവറായിട്ട് ഹീറ്റ് ആവാനുള്ള സാധ്യതയും കാര്യങ്ങളും കുറയും. ഹീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ഹീറ്റ് ആവാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിലും അതിനുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇനിഷ്യൽ കോസ്റ്റ് നമുക്കൊരല്പം കൂടുമെന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ പാനൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലോങ് പീരീഡിൽ സാധ്യമാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഫീൽഡിൽ സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഓർഡർ പിടിക്കാൻ നോക്കാതെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പാനൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്ന് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ചെയ്യാനും കൂടി ഉള്ള ഒരു ബഡ്ജറ്റ് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ഓർഡറുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 12 വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.